എന്തൊക്കെയാണ് വിശേഷം? വിശേഷം എന്താണ്, ഇത് ഷൂട്ട് ചെയ്തപ്പം പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു പടമായിരുന്നു. കൂടെയുള്ള ആൾക്കാർ അവരുടെ കൂടെ വർക്ക് ചെയ്യല്ല, അതൊക്കെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു വലിയ ഗ്യാപ്പ് വന്നു. ഫൈനലി ഇപ്പോൾ അങ്ങനെ ഒരു റിലീസായല്ലോ ഫൈനലി എന്നുള്ളതിന്റെ ഒരു ഭയങ്കര റിലീഫ്, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ട്. ആനന്ദ മൂവിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇപ്പോഴും കണക്ഷൻസ് ഉണ്ടോ? കുറച്ച് നാള് ഫോൺ വിളിക്കാതെ മെസ്സേജ് അയക്കാതെ വരുന്നത് കൊണ്ട് മാഞ്ഞു പോകുന്ന സാധനമൊന്നുമല്ല. ആ അഷ്വറൻസ് തന്നെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എവിടെ വെച്ച് കണ്ടാലും സന്തോഷം എന്നുള്ള മൂഡിലാണ്. മമ്മൂട്ടി സർ, നയൻതാര മാം, അതുപോലൊരു ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് അതൊരു വില്ലൻ ആയിട്ടായിരുന്നു ആ ക്യാരക്ടർ. എന്താണ് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് നല്ല പേടിച്ച് ചെയ്ത സിനിമയാണ്. One film you wish more people had watched? 10 പറയാം. ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് മലയാളത്തിലെ ഏറ്റവും വെഴ്സറ്റൈൽ ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളാണ്. മലയാളത്തിന്റെ സ്വന്തം റോഷൻ മാത്യു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. വെൽക്കം റോഷൻ ചേട്ടാ. ഉയർ എന്ന് പറഞ്ഞ മൂവിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് വിശേഷം ചോദിക്കട്ടെ ആദ്യം? വിശേഷം എന്താണ്, ഇത് ഷൂട്ട് ചെയ്തപ്പം പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു പടമായിരുന്നു. കൂടെയുള്ള ആൾക്കാർ അവരുടെ കൂടെ വർക്ക് ചെയ്യല്ല, അതൊക്കെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു വലിയ ഗ്യാപ്പ് വന്നു. ഇത് റിലീസാവുന്നതിന് മുമ്പുള്ള വെയിറ്റിംഗ് പീരീഡ് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഫൈനലി ഇപ്പോൾ അങ്ങനെ ഒരു റിലീസായല്ലോ ഫൈനലി എന്നുള്ളതിന്റെ ഒരു ഭയങ്കര റിലീഫ്, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ട്. നേരത്തെ എടുത്ത മൂവിയാണോ? സാധാരണ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈം, വെയിറ്റിംഗ് ടൈമും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ റിലീസായ പിന്നുള്ള ഈ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ കുറച്ച് തിയേറ്റേഴ്സിലൊക്കെ പോയി, കുറച്ച് ഓഡിയൻസ് ഒക്കെ ആയിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ട് വിളിക്കുക, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അവരുടെ റെസ്പോൺസസ് ഒക്കെ കിട്ടുന്നു, സന്തോഷമാണ്. പിന്നെ ഒരു ഭയങ്കര ഒരു സ്ട്രോങ്, ഭയങ്കര റെലവൻറ്റ്, ഒരു ഇമോഷണൽ സൈഡുള്ള പടമാണ്. അപ്പോൾ എല്ലാവരും യുനാനിമസ്ലി പറയുന്നത് അത് വർക്കായി, അത് നന്നായിട്ട് ഫീൽ ചെയ്തു എന്നൊക്കെ ഉള്ളതാണ്. വിച്ച് വാസ് മൈ റീസൺ ഫോർ ഡൂയിങ് ദ ഫിലിം ഓൾസോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഞാനും പോയി കണ്ടിരുന്നു. അടിപൊളി മൂവിയാണ്. എനിക്കും ഇത് കണക്ട് ആയത് ഈ ഇമോഷണൽ ഫാക്ടർ തന്നെയാണ്. അവസാനം ഓഡിയൻസ് ആയിട്ട് ഒരു ഇമോഷണൽ ബോണ്ടിങ് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. അതെ അതെ അതെ, അതിൻ്റെ എക്സാക്ട്ലി ആ ഒരു എൻഡിങ് ഇമോഷൻ കഴിയുമ്പോൾ ആ ഫീലിലാണ് ആൾക്കാർ ഇറങ്ങി വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം റോന്ത് എന്ന് പറഞ്ഞ മൂവിയിൽ ഇതുപോലെ പോലീസ് വേഷമായിരുന്നു. ആൻഡ് ഇതിലും അതുപോലെ. അപ്പൊ ബാക്ക് ടു ബാക്ക് പോലീസ് വേഷങ്ങൾ ഇപ്പം തെരഞ്ഞെടുക്കുകയാണ്. അപ്പം ഫിസിക്കലി എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് അതിന് വേണ്ടിയിട്ട് ചെയ്തത്? ഫിസിക്കലി ആക്ച്വലി ഇത് രണ്ടും തമ്മിലുള്ള പ്രെപ്പിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു പോലീസ് ട്രെയിനിങ് എന്തൊക്കെയാണ് അതിനകത്ത് വരിക, അല്ലെങ്കിൽ പോലീസുകാർ എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെയുള്ളത് അറിയാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കോമൺ പ്രിപ്പയറായിരുന്നു ഈ രണ്ട് പടത്തിനും വേണ്ടി. അത് റോന്തിന് മുമ്പാണ് ചെയ്തത്. അപ്പോൾ റോന്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ സിനിമയെ പറ്റിയിട്ട് അറിയത്തൊന്നുമില്ല, അത് പിന്നെ വന്ന പ്ലാനാണ്. പക്ഷേ ആ റോന്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ചെയ്ത പ്രെപ്പ് തന്നെയാണ് ഇതിലേക്കും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയൊരു ഡെസിഗ്നേഷൻ വ്യത്യാസം ഉണ്ടെന്നല്ലാതെ ഫിസിക്കലി അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും. അവരുടെ മാനറിസംസ്, അതായത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ക്യാരക്ടറിന്റെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് വ്യത്യാസം. ഇപ്പം ഈ ഉയരിലെ അജീബ് റഹ്മാൻ എന്ന് പറയുന്ന ആളൊരു പ്രൊബേഷണറി SI ആണ്. പുള്ളി SI ആണ് എന്ന് പുള്ളിക്ക് തന്നെ വിശ്വസിക്കാനും പിന്നെ ആൾക്കാരെ വിശ്വസിപ്പിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് പണിയെടുക്കണം. അത് ഭയങ്കര ഈഗറാണ് പുള്ളി അത് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെയാണ് ബോഡി ലാംഗ്വേജിൽ കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ളൂ. പോലീസ് കുപ്പായം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഇടുന്ന ഒരാളും ഒരു സർക്കാർ ജോലി എന്നുള്ള രീതിയിൽ പോലീസ് ആവുന്ന ഒരാളും തമ്മിൽ അവർ ആ കുപ്പായം ഇട്ട് നടക്കുന്നതിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് പോലീസ് ട്രെയിനിങ് കാരണം വരുന്ന വ്യത്യാസമല്ല, വൈ ദേ വാണ്ടഡ് ടു വെയർ ഇറ്റ് അല്ലെങ്കിൽ വൈ ദേ ആർ വെയറിങ് ഇറ്റ് എന്നുള്ളതിൽ നിന്ന് വരുന്നൊരു വ്യത്യാസമാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചേഞ്ചസ് ആണ് ഇത് രണ്ടിലുള്ളത്. പിന്നെ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചതിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം പിടിച്ചങ്ങ് പോകാൻ നോക്കുമായിരുന്നു. ഇപ്പം ആനന്ദ മൂവിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഞാനൊക്കെ റിപ്പീറ്റഡ് വാച്ച് കണ്ട ഒരു മൂവിയാണ്. ഇപ്പം മനോരമ മാക്സിലൊക്കെ ഇങ്ങനെ ഈ യൂട്യൂബ് ഷോർട്സ് ഒക്കെ വരുമ്പം ഞാൻ കുക്ക് ചെയ്യുമ്പോഴും അങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. അവരൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇപ്പോഴും കണക്ഷൻസ് ഉണ്ടോ? ഒരുമാതിരി എല്ലാവരുമായിട്ടും ഇപ്പൊ റെഗുലർ ടച്ചിലുള്ളത് കുറച്ചും കൂടെ ഞാൻ വിശാഖ്, അരുൺ, തൊമ്മ
പിന്നെ അന്നു ആയിരിക്കും മേ ബി. അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരുമായിട്ടും ഡെഫിനറ്റ്ലി കണക്റ്റഡ് ആണ്. ഗണേഷ് ചേട്ടനായിട്ട് ഡെഫിനറ്റ്ലി റെഗുലർ ടച്ചിലുണ്ട്. ബാക്കി യുനോ എപ്പോഴും നമ്മുടെ മറ്റേ വാട്സാപ്പിൽ ഏറ്റവും മേളിൽ കിടക്കില്ലെങ്കിലും കോൾ ഹിസ്റ്ററിയിൽ എപ്പോഴും ഉണ്ടാവില്ലെങ്കിലും ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു പിക്ക് അപ്പ് ഫ്രം വെയർ വി ലെഫ്റ്റ് ഓഫ്. ബോണ്ട് അങ്ങനെ തന്നെ നിൽക്കും. അത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ ചെയ്യൽ എന്നുള്ളത്. വെച്ചാൽ അതിന്റെ പ്രെപ്പ്, ആ സിനിമ ചെയ്യൽ, അത് കഴിഞ്ഞിട്ട് ആ സിനിമയായിട്ടുള്ള യാത്ര. സോ അതിപ്പോൾ കുറച്ച് നാൾ ഫോൺ വിളിക്കാതെയോ മെസ്സേജ് അയക്കാതെയോ വരുന്നത് കൊണ്ട് മാഞ്ഞു പോകുന്ന സാധനമൊന്നുമല്ല. ആ അഷ്വറൻസ് തന്നെ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എവിടെ വെച്ച് കണ്ടാലും സന്തോഷം എന്നുള്ള മൂഡിലാണ്. എന്നാലും ഞങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. എവിടെയെങ്കിലും വെച്ചിട്ട് കാണും എപ്പോഴെങ്കിലും ഒക്കെ. അങ്ങനെ അവർക്ക് എല്ലാവരും ഇതുപോലെ സെലക്റ്റീവ് ആയിട്ട് മൂവീസ് ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഓരോരുത്തരാണെങ്കിലും അനന്തം ബോയ്സ് എല്ലാവരും അതെ എല്ലാവരും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അത് തന്നെ ഭയങ്കര രസമാണ്. ഒരു കരിയർ ചേഞ്ചിങ് മൂവി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ? കരിയർ ഉണ്ടായത് തന്നെ അതിൽ നിന്നാണ്. കരിയർ ചേഞ്ച് ചെയ്യാനല്ലോ. എനിക്ക് ആനന്ദം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വർക്കിനുള്ള ഓഫർ വന്നു തുടങ്ങി. അതുവരെ നമ്മൾ ഓഡിഷൻ ചെയ്ത് കിട്ടുന്ന പ്രോജക്ട്സിൽ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഡിഫൈനിങ് മൊമെന്റ് അല്ലേ എല്ലാവരുടെയും കരിയറിൽ. ബാക്കി ഞാനൊഴിച്ച് ബാക്കി എല്ലാവരുടെയും ആദ്യത്തെ സിനിമയായിരുന്നു. ചേട്ടൻ ആദ്യമായിട്ട് എന്റേത് ആദ്യം വേഷം ഉണ്ടായിരുന്നു അല്ലേ? അതാണ് ആദ്യം റിലീസായ പടം. ആദ്യം ഷൂട്ട് ചെയ്തത് പുതിയ നിയമം. പുതിയ നിയമത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മമ്മൂട്ടി സർ, നയൻതാര മാം, അതുപോലെ ഒരു ക്രൂവിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് അതൊരു വില്ലൻ ആയിട്ടായിരുന്നു ആ ക്യാരക്ടർ. എന്താണ് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് നല്ല പേടിച്ച് ചെയ്ത സിനിമയാണ്. ഒരു രീതിയിലെ പേടിയെന്ന് വെച്ചാൽ നമുക്ക് ഈ മീഡിയം അറിയില്ലല്ലോ. ക്യാമറയ്ക്ക് മുമ്പിൽ അങ്ങനെ അധികം വർക്ക് ചെയ്തിട്ടേ ഇല്ല. നാടകങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായിരുന്നു ഫസ്റ്റ് മൂവി. അതായിരുന്നു ആദ്യത്തെ പടം, ആദ്യത്തെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്. അപ്പം ഫസ്റ്റ് ഡേ ഒന്നും ഭാഗ്യത്തിന് മമ്മൂക്കയുടെ ഓടൊന്നും ആയിരുന്നില്ല. പക്ഷെ എനിക്കൊന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും പിന്നെ ഉറപ്പായിട്ടും ആദ്യം ഷൂട്ട് ചെയ്തത് ഇവിടെ മറ്റേ സൗത്ത് പാലത്തിന്റെ സൈഡിൽ ഞങ്ങൾ കുറച്ചൊരു ഒരു ബൈക്കിൽ കയറി പെട്ടെന്ന് ഒരു സ്ഥലത്ത് സ്കൂട്ടാവുന്ന ഒരു ചെറിയ സാധനം. അതാണ് ആദ്യം ചെയ്തത്. മമ്മൂട്ടി ബൈക്കിൽ പോകുമ്പോൾ പാസ് ചെയ്യുമ്പോഴുള്ള സീൻ. അതിനകത്ത് തേപ്പുകാരൻ ക്യാരക്ടർ ഞാനും പിന്നെ അനിൽ കേറേജ് ചെയ്ത ക്യാരക്ടർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടെറസ് സീക്വൻസ് ഞാനും മമ്മൂക്കായിട്ടുള്ളൊരു ചെറിയ കോമ്പിനേഷൻ സാധനം വരുന്നത്. അതിൽ എനിക്ക് ഡയലോഗില്ല. മമ്മൂക്ക എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ട് പോകും. പക്ഷെ സജഷൻ ഷോട്ടാണ് ആദ്യം വെച്ചത്. എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് ഓർമ്മിക്കും. നല്ല പേടിയും നല്ല നെഞ്ചെടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മൊമെന്റ് ഷോട്ടിനിടെ തന്നെ നമുക്ക് അഭിനയിക്കുന്ന അത്ര അടുത്തുനിന്ന് കണ്ടപ്പോഴത്തേക്കിനും ഒന്നിരുന്നു പോയി. അപ്പൊ അതെല്ലാം എക്സ്പീരിയൻസ്. അത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഇങ്ങനെ നേരിട്ട് കാണുക. ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി അതുവരെ അതിന് മുമ്പ് ഷൂട്ട് ചെയ്ത ദിവസമൊക്കെ എനിക്ക് എന്തോ ഇത് നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ചെയ്തില്ല. ഞാൻ കാണുന്നത് പോലെ തോന്നിയില്ല ഞാൻ ചെയ്ത സീൻ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഷോട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർക്ക് ഇതിലുണ്ടല്ലോ, നമുക്കറിയാത്ത നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അത് ആ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തുക. ഇപ്പം ചെയ്തു വെച്ച സാധനം ഡയറക്ടർ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ പെർഫോമൻസ് ഓക്കെ ആയിരുന്നിരിക്കാം എന്ന് തന്നെ വിശ്വസിച്ച് വീട്ടിൽ പോയി. പിന്നെ നെക്സ്റ്റ് മമ്മൂക്കായിട്ടുള്ള ഷൂട്ട് ഡേ വന്നപ്പം നമുക്ക് പെർഫോം ചെയ്തത് അത്ര അടുത്തുനിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല ആ ഫിനിഷിംഗ് ഒക്കെ പെർഫോം ചെയ്ത മൊമെന്റിൽ തന്നെ ആക്ച്വലി ഉണ്ടാവണമെങ്കിൽ അത് സ്ക്രീനിലേക്ക് വരുള്ളൂ. അത് പിന്നെ ആരും തേച്ച് മിനുക്കുന്നതൊന്നുമല്ല. അത് ആ പെർഫോമൻസിലുള്ളതാണ്, ആ ഫ്ലോ അങ്ങനെ. അതൊക്കെ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അതൊരു രീതിയിൽ. കാരണം ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് ഇദ്ദേഹത്തിന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അസ്പയർ ചെയ്യുമല്ലോ അങ്ങനൊരു ഫ്ലോയിൽ. അത് മറ്റേ സൂപ്പർ സപ്പോർട്ടീവ്. കുറച്ച് ട്രിക്കി സീക്വൻസസ് ആയിരുന്നു ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത്. ബട്ട് ഷീ വാസ് സോ സപ്പോർട്ടീവ്. ആൻഡ് ഓൾസോ എനിക്ക് ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നല്ലോ. അപ്പം ലൈക്ക് ഒരു പക്ക പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ മാം നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വാസ് ഈസി ടു ബിലീവ് ദാറ്റ് നമ്മൾ നമ്മുടെ പണി വൃത്തിക്ക് ചെയ്താൽ മതി, വേറെ കാര്യത്തിനെ പറ്റിയിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ടെൻഷൻ അടിച്ച് തുടങ്ങിയ ഒരു കരിയറാണ് അത് ഹിന്ദി മൂവിയിലോട്ട് എത്തിയാണ്. എങ്ങനെയാണ് ഈ ചോക്ഡ് എന്നായിരുന്നു അല്ലേ ഫസ്റ്റ് ഹിന്ദി? ചോക്ഡ് ആക്ച്വലി ഭയങ്കര ഒരു കോയിൻസിഡൻ്റലി സംഭവിക്കുന്ന പ്രോജക്റ്റാണ്. മൂത്തോനിൽ ഞാൻ അഭിനയിച്ചു. മൂത്തോനിൽ ഞാൻ ബോംബെയിൽ ഇല്ലാത്ത ഒരു സെഗ്മെൻ്റ് ഉണ്ടല്ലോ ആ പടത്തിൻ്റെ, അതിൽ മാത്രമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അനുരാഗ് കശ്യപ് വാസ് ദ ഡയലോഗ് റൈറ്റർ മൂത്തോന് വേണ്ടിയിട്ട്, അതിൻ്റെ ബോംബെ പോർഷൻസിനെല്ലാം. അനുരാഗ് സർ സെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എഡിറ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻച്വലി എൻ്റെ പോർഷനും കൂടെ വെച്ചിട്ടുള്ളൊരു എഡിറ്റ് കണ്ടിട്ട് ഈ ആസ്റ്റ് ഗീതു ഇതാരാ ഈ ആക്ടർ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വർക്കൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗീതു അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യായിരുന്നു. അപ്പോൾ അന്ന് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ അനുരാഗ് സാർ പറഞ്ഞു ഒരു പടം നമുക്ക് ഒരുമിച്ച് ചെയ്യാം, പറ്റുകയാണെങ്കിൽ അടുത്ത കൊല്ലം തുടക്കത്തിൽ വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഇത് പുള്ളി വിളിച്ചു എന്നുള്ളതിൽ തന്നെ കിളി പോയിരിക്കുക. അപ്പോൾ പുള്ളി പടം ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചെയ്യാം. ഞാൻ മൊത്തത്തിൽ അതങ്ങോട്ട് വിശ്വസിച്ചൊന്നുമില്ല. അത്ര ഈസിലി നടക്കില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എക്സാക്ട്ലി പുള്ളി പറഞ്ഞ സമയമൊക്കെ അടുക്കാറായപ്പം
പുള്ളിയുടെ ഡയറക്ഷൻ ടീം എന്നൊരാൾ ഒരു AD എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അനുരാഗ് സാറായിട്ടുള്ള പടമില്ലേ, സ്ക്രിപ്റ്റൊക്കെ അയച്ചു തന്നിട്ടില്ലേ, വായിച്ചായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഡേറ്റ്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാനിങ്ങനെ ഇത് ശരിക്കും നടക്കുകയാണ് ഇത്. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് ഈ പറഞ്ഞ കോള് കഴിഞ്ഞിട്ട് എനിക്കൊന്നൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ സ്ക്രിപ്റ്റൊക്കെ മെയിൽ ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ ഇത് ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നതാണ്. മൂത്തോൻ ചെയ്തത് കൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വന്നതാണ്. എക്സൈറ്റഡ് ആയിരുന്നു? യാ, ഡെഫിനറ്റ്ലി. മൂത്തോൻ ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും എക്സൈറ്റിംഗ് 2 പ്രോജക്ട്സ് ആണ് ചോക്ടും പിന്നെ കൂടെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്ത മൂവി ഡാർലിങ്സ് വിത്ത് ആലിയ ഭട്ട്. അത്രയും നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പം മുതലേ കണ്ട് വളർന്ന ഒരു ആക്ടർ ആലിയ ഭട്ട്. അപ്പൊ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ആൻഡ് വർക്ക് കൾച്ചർ, മെയിൻ ആയിട്ട് മലയാളം ഇൻഡസ്ട്രിയും ഹിന്ദിയും ഭയങ്കര ഡിഫറെന്റ് വർക്ക് കൾച്ചർ, അതെങ്ങനെയായിരുന്നു? ഇപ്പം ഡാർലിങ്സിൻ്റെ സ്വാഭാവികമായിട്ടും അത് കുറേയും കൂടെ വലിയൊരു സെറ്റായിരുന്നു. വലിയ സ്റ്റുഡിയോസ് അല്ലെ, വലിയ പ്രൊഡക്ഷൻ ഹൗസസ്, കുറേയും കൂടെ വലിയ സ്റ്റാർസ്. അപ്പം സെറ്റ്, അതിനകത്തുള്ള റിസോഴ്സസ്, അതിൻ്റെ ഫങ്ഷനിങ് രീതികളെല്ലാം കുറച്ച് സ്കെയിൽഡ് അപ്പായി പെട്ടെന്ന്. അപ്പം നമ്മൾ മറ്റേ ഷോട്ട് റെഡിയാണ് എന്ന് നമ്മളെ ഒരാൾ ക്യാരവാനിൽ വന്ന് അറിയിക്കും. നമ്മൾ ഈ വാനിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഒരാൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ പുള്ളി വോക്കി ടോക്കിയിൽ ഇന്ന ആക്ടർ നടക്കുന്നു സെറ്റിലേക്ക്, ഇതൊക്കെ പറയാം. ഞാൻ ഇതൊന്നും നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ദേ ഹാഡ് ലോട്ട് ഓഫ് റിസോഴ്സസ് അറ്റ് ദ ഡിസ്പോസൽ. ആൾക്കാർ, എസ്പെഷ്യലി മാൻ പവറും മറ്റെല്ലാ റിസോഴ്സസും ഒരുപാടധികം. അപ്പം ഞാൻ ആ സ്കെയിൽ മേ ബി അതിന് മുമ്പ് കോബ്ര വർക്ക് ചെയ്തപ്പോഴൊക്കെയാണ് അത്രയും വലിയൊരു സെറ്റപ്പൊക്കെ ഒരു ഷൂട്ടിന് കാണുന്നത്. പിന്നെ ഇതൊരു സ്ട്രേഞ്ച് സമയം കൂടെ, ഇത് സെക്കൻഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നവരെല്ലാവരും ഒരു ബയോ ബബിളിലും കൂടിയാണ്. അപ്പം നമ്മൾ പുറത്ത് ആരെയും കാണുന്നില്ല. നമ്മളൊരു ഹോട്ടലിൽ നിൽക്കുന്നു, അവിടുന്ന് നേരെ സെറ്റിലേക്ക് വരുന്നു, ഷൂട്ട് ചെയ്യുന്നു. കൂടുതലും കൺസ്ട്രക്റ്റഡ് സെറ്റുകളായിരുന്നു, സ്റ്റുഡിയോസിലായിരുന്നു ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു സ്ട്രേഞ്ച് പരിപാടി. അതിനിടയിൽ നിന്നിട്ട് ഈ വേൾഡ് മൊത്തം ബിലീവബിൾ ആക്കണമല്ലോ. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമൊക്കെ ശരിക്കുള്ള സ്ഥലമാണെന്നും നമ്മളതിൽ ശരിക്കും താമസിക്കുന്ന മനുഷ്യരാണെന്നും ഒക്കെ അതിലേറ്റവും ഹെൽപ്പ് ചെയ്തത് ആലിയുടെയും ഷെഫാലിയുടെയും വിജയുടെയൊക്കെ പെർഫോമൻസാണ്. എനിക്ക് ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്കതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, ഒരുമാതിരി എല്ലാ സീൻസും ഇവർ 3 പേരുടെയും കൂടെയാണ്. അപ്പം അങ്ങനെ ഒരു ഓൺസോമ്പിൾ വർക്ക് വരും, ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു സീൻ ക്രാക്ക് ചെയ്യുക, അതിൻ്റെ എനർജി അടിപൊളിയായിരിക്കുമല്ലോ എന്നുള്ളൊരു ഹോപ്പിലാണ് ആ പടത്തിലേക്ക് പോകുന്നത്. എക്സാക്ട്ലി അത് തന്നെയായിരുന്നു. അവരെങ്ങനെയാണ് മലയാളം സിനിമയെ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർ ആ സമയത്തൊക്കെ ഭയങ്കര മറ്റേ ബ്ലോൺ അവേ ബൈ മലയാളം സിനിമ. അവര് ജസ്റ്റ് ഈ ഒരു എല്ലാവരും നോൺ സ്റ്റോപ്പ്. കാരണം ആ ഫസ്റ്റ് ലോക്ക്ഡൗൺ സമയത്താണ് ഒരുപാട് ആൾക്കാർ മലയാള സിനിമകൾ കണ്ടു തുടങ്ങിയത്. ആക്ച്വലി കേരളത്തിന് പുറത്തുള്ള ഒത്തിരി ആൾക്കാർ OTT ബൂം ഹാപ്പൻ അറൗണ്ട് സെയിം ടൈം. ഫസ്റ്റ് ലോക്ക്ഡൗൺ സമയത്ത് ഇറങ്ങിയിട്ടുള്ള മേജർ മലയാളം പടങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡാർലിങ്സ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ കണ്ടിട്ടുള്ള എല്ലാ മലയാള സിനിമകളെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കും. മഹേഷിൻ്റെ പ്രതികാരത്തിനെ പറ്റിയിട്ട്, തൊണ്ടി മുതലിനെ പറ്റിയിട്ട് അവർ സംസാരിക്കും. അങ്ങനെ എല്ലാ മേജർ നമ്മുടെ സെലിബ്രേറ്റഡ് സിനിമകളെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാൻ വാച്ച് ലിസ്റ്റുകൾ കൊടുക്കുമായിരുന്നു. ഇന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഈ 4 or 5 സിനിമകൾ കാണുക, അടുത്തതിൽ ഇത് കാണുക. ഇവരെല്ലാവരും പോയിട്ട് കാണും. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവർ മലയാളത്തിന്. എല്ലാവർക്കും മലയാളത്തിൽ ഒന്ന് വർക്ക് ചെയ്യണമെന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻക്ലൂഡിങ് ആലിയ, എവരിബഡി യൂസ് ടു സേ ദാറ്റ് വന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറയാം, നമ്മുടെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ആയിരിക്കില്ല പറയുമ്പോൾ അത് വേറെ ഒരു രീതിയാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് ഭയങ്കര രസമുള്ള വർക്ക് അവിടെ ചെയ്ത് ഞങ്ങൾക്കൊന്നും ചെയ്യണമെന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഷൂട്ട് അല്ലേ? സെക്കൻഡ് ലോക്ക്ഡൗൺ, 2021 ലോക്ക്ഡൗൺ സമയത്ത് വേറൊരു മൂവിയും കൂടെ നടന്നിട്ടുണ്ടായിരുന്നു, സീ യു സൂൺ എന്ന് പറഞ്ഞിട്ടൊരു മൂവി. അപ്പം വർക്കിംഗ് വിത്ത് മഹേഷ് നാരായണൻ സർ, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കാരണം ആദ്യമായിട്ടാണ് മലയാളം അങ്ങനത്തെ ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എക്സ്ട്രീംലി ബ്രില്യൻറ്റ് ഫിലിം മേക്കർ, എഡിറ്റർ. മഹേഷേട്ടന് മാത്രമേ ആക്ച്വലി സീ യു സൂൺ പോലൊരു പ്രോജക്റ്റ് അപ്പോൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഒരുപാട് റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. മൊത്തത്തിലാകെ 14-15 പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് കേട്ടപ്പോൾ ഹൗ അത് പോസിബിൾ, അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു. അത് എന്താണ് അത് വേറെ ഒരു ടൈപ്പ്, ഒരു സിനിമ ചെയ്യുന്നത് പോലൊന്നും അല്ല അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഫീൽ ചെയ്തത്. നമ്മളൊരു എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ചെറിയ പ്രോജക്റ്റ് ചെയ്യുന്നു, സ്കൂളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് പ്രോജക്റ്റ്. എവരിബഡീസ് പുട്ടിങ് ദെയർ ലൈക്ക് ബ്രെയിൻസ് ടുഗെദർ. മോസ്റ്റ്ലി മഹേഷേട്ടനാണ് ഇതിന് മൊത്തത്തിലൊരു പെർസ്പെക്റ്റീവ് ഉള്ളത്. വേറെ നമുക്കെല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന ഏരിയ മാത്രമേ ഇതിൻ്റെ മനസ്സിലായിട്ടുള്ളൂ ആദ്യത്തെ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ. ഈ ആദ്യം കുറച്ച് ദിവസം ഷൂട്ട് ചെയ്ത സാധനം പിന്നീട് മഹേഷേട്ടൻ എഡിറ്റ് ചെയ്ത് ലാപ്ടോപ്പിൽ നമ്മളെ കാണിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഇതിങ്ങനെയാണ് ഈ പരിപാടി, ഇതിന്റെ ലാംഗ്വേജ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഫൂട്ടേജസ് ഉണ്ട്. എല്ലാം ആക്ച്വലി ഐഫോണിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ എനിക്കൊന്ന് ഒരു DSLR ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഗോപ്രോസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഉള്ളൂ. അല്ലാതെ അങ്ങനെ മേജർ ക്യാമറ സെറ്റപ്പ് ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഫഹദിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് സ്ക്രീനിൽ നിന്നുള്ള ഷോട്ടിന് മാത്രമാണ് ഒരു ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നത്. ബാക്കി ഞങ്ങളുടെയൊക്കെ എല്ലാ ഐഫോൺ പരിപാടി തന്നെയാണ് കയ്യിൽ പിടിച്ചിട്ട്. അപ്പം അതിന് DOP ഉണ്ട്. DOP ഇതിനപ്പുറത്തെ സൈഡിൽ നിന്ന് ഇത് ഫ്രെയിം കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഷോർട്സ് ഒക്കെ നേരത്തെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാം, ഇവിടെ നിന്നൊക്കെ പോവാം. പിന്നെ നമ്മൾ മാക്സിമം ഫ്രീ ആയിട്ട് തന്നെ ചെയ്യും. അത്രയും ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് ആയിരുന്നു അത്. അത് ആ പടത്തിന്റെ ലാംഗ്വേജിന് അത് ഭയങ്കര കറക്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് ഓൾ വെരി സ്മാർട്ട്ലി പ്ലാൻ. സബിനായിരുന്നു അതിന്റെ DOP. സബിൻ പിന്നീട് പെണ്ണുമ്പറാട്ടും ഒക്കെ ചെയ്ത്. പക്ഷേ മഹേഷേട്ടനും പിന്നെ അത് ഇങ്ങനെ നടത്താൻ അത്ര എനർജിയിൽ തന്നെ കൂടെ വന്ന് ഫഹദും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നടന്നൊരു പ്രോജക്റ്റ്. അല്ലെങ്കിൽ ഇറ്റ് വാസ് എൻ ഇമ്പോസിബിൾ പ്രോജക്റ്റ്. സോ കമ്മിങ് ബാക്ക് ടു ഉയർ മൂവി, നിങ്ങളും രണ്ടുപേരും തമ്മിലുള്ള, അതായത് അതുല്യ ചന്ദ്രൻ, രണ്ടുപേരും ഒരു ഫാമിലി, ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളത് ക്യാരി ചെയ്യുന്നത് ത്രൂ ഔട്ട് ആ മൂവി. എങ്ങനെയാണ് അതിനെ പറയുന്നത്? അതുല്യ അഗൈൻ ഭയങ്കര ഈസി ആയിരുന്നു അതുല്യയുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഈ സിനിമയിൽ നടക്കുന്ന ഒരു 2-3 ട്രാക്കുകളുണ്ടല്ലോ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക് ഉണ്ട്, ഇപ്പുറത്ത് നമ്മൾ ഈ വിനോദ് സാർ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു ബാക്ക് സ്റ്റോറി റീടെല്ലിംഗ് ഒരു സൈഡിൽ കൂടെ പോകുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെയാണ് ഈ ഫാമിലി അല്ലെങ്കിൽ വീട്ടിലുള്ള അത് ചെറിയൊരു സമയമേ ആക്ച്വലി അല്ലെ ചെറിയൊരു സ്പേസ് ഈ സ്ക്രീൻ പ്ലേക്കകത്ത് അതിനകത്ത് ഉള്ളൂ. അപ്പം ഇത് അവിടെ ചെന്നിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആദ്യം ആ കോ ആക്ടറുമായിട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ബിലീവബിൾ ആയിട്ടുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇത് അത് എന്തോ ഒരു കുഞ്ഞു സീൻ സൈഡിൽ സംഭവിച്ചു പോയതുപോലെ തന്നെ തോന്നും. അപ്പോൾ അതാണ് ശരിക്കും ക്രാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഒരു കംഫർട്ടബിൾ ഇക്വേഷൻ ഉണ്ടാവണം ഫസ്റ്റ്ലി. ഒരുമിച്ച് ജീവിച്ച് ശീലിച്ചവരാണ് എന്ന് തോന്നുക എന്നുള്ളൊരു സാധനം. അവർ തമ്മിലുള്ള ലോഡ് ഐ ഗെസ് ഒബ്ജക്റ്റീവ്ലി നോക്കിക്കഴിയുമ്പം ഒരുപാട് മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ ഉള്ള 2 പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റൈറ്റേഴ്സ് നിഖിൽ, ഷാജി മറാഠ് സാർ ഇവരുടെയൊക്കെ പ്ലാൻ ആയിരുന്നു അത് ആദ്യം മുതൽ. അത് അങ്ങനെ തന്നെ വേണം. പുള്ളിക്കാരി IAS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇയാൾ വന്ന് കയറി കഴിയുമ്പോഴത്തേക്കിനും പുള്ളിക്ക് അത് കാണുമ്പോൾ സന്തോഷം തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. ഗുഡ് ഫൺ വർക്കിംഗ് വിത്ത്. ഭയങ്കര കംഫർട്ടബിൾ വർക്കിംഗ് ഇക്വേഷൻ ഉള്ള ഒരു കോ ആക്ടർ ആയിരുന്നു. അതേപോലെ ബൈജു, സന്തോഷ് ചേട്ടൻ, ശ്രുതി മേനോൻ, അതുല്യ, എല്ലാവരുടെയും കൂടെ ഉള്ള കോംബോ എങ്ങനെയായിരുന്നു? എനിക്ക് ശ്രുതിയിലൂടെ ആക്ച്വലി ഒരുമിച്ച് സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഷോട്ട് ഉണ്ട്, ഒരു സ്പെഷ്യലി ഡിസൈൻ ഷോട്ട്. അതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്പേസിലൊന്നും അല്ല, പക്ഷെ രണ്ടുപേരും ആ ഷോട്ടിലുണ്ട്. പിന്നെ ബൈചേട്ടനായിട്ട് ഏകദേശം ത്രൂ ഔട്ട് വർക്ക് ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ ബൈചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ആ കാസ്റ്റിംഗ് ഓപ്ഷൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ആദ്യം ഈ കഥ ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവൻച്വലി ബൈചേട്ടൻ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് കൺഫേം ചെയ്യുകയാണെന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്കത് ഇമ്മീഡിയറ്റ്ലി കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ഓപ്ഷനായിട്ട് തോന്നി. ഒരുപാട് നാളായിട്ട് ബൈചേട്ടൻ്റെ പെർഫോമൻസസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് തന്നെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫൺ ഓൺ സെറ്റ്, ഭയങ്കര ഫൺ. പക്ഷെ ഇതില് ഈ മറ്റേ ജോയ് സാർ എന്നുള്ള ക്യാരക്ടർ ബൈചേട്ടൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പോലീസ് പരിപാടിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര എനിക്കത് ഞാൻ പ്രിവ്യൂവിന് കണ്ടപ്പോഴാണ് എനിക്കതിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് കിട്ടിയത്. എനിക്ക് കുറച്ചും കൂടെ കാണണമായിരുന്നു ജോയ് സാറിനെയും ജോയ് സാറിൻ്റെ ഫാമിലി ലൈഫും പരിപാടിയും എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ബൈചേട്ടൻ അത് ചെയ്തു വെച്ചിട്ട് ആളുടെ ഫാമിലി അല്ലെ മൊമെന്റ്സ് കണക്ട് ചെയ്യുന്നതായിരുന്നു. അതെ അതെ, സെറ്റിൽ എങ്ങനെയായിരുന്നു? ഭയങ്കര ഫൺ. കൗണ്ടറുകൾ, തമാശകൾ, കഥകൾ ഇഷ്ടം പോലെ. ഒരു നല്ല മെമ്മറി ഷെയർ ചെയ്യാൻ പറഞ്ഞാല് നല്ല മെമ്മറി ബൈചേട്ടൻ കോമഡികൾ കുറെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഇങ്ങനെ പറയുന്ന ഇമ്മീഡിയറ്റ് ഒരു സാധനത്തിന് കോമഡികൾ. അപ്പൊ നമുക്കത് പിന്നെ എടുത്ത് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല. അത് ഭയങ്കര രസമായിരുന്നു. ഓക്കെ, നമുക്കൊരു റാപ്പിഡ് ഫയറിലേക്ക് കടന്നാലോ? യെസ്, കം ഓൺ. ഓക്കെ, അപ്പോൾ നമുക്ക് റാപ്പിഡ് ഫയർ ഒരു റൗണ്ട് ആണ്. ഓക്കെ, ക്വിക്ക് ആൻസേഴ്സ്. ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ഫിലിം ഇൻഡസ്ട്രി? ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ഫിലിം ഇൻഡസ്ട്രി ദർശന, രാജേഷ് മാധവൻ, രാജീവ് രവി, ഗീതു മാധവൻ. ബെസ്റ്റ് ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട്സ്, യാ. ഓക്കെ, നെക്സ്റ്റ്. വൺ ആക്ടർ യു വുഡ് ലവ് ടു വർക്ക് വിത്ത് ബട്ട് ഹാവൻറ്റ് യെറ്റ്? നസീറുദ്ദീൻ ഷാ. നസീറുദ്ദീൻ ഷാ. ഓക്കെ. One role that emotionally stayed with you long after the shoot? മൂത്തോൻ അമീർ. ക്യാരി ചെയ്ത ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? ഓക്കെ. A film that changed you as an actor? ചേഞ്ച് മീ ആസ് എൻ ആക്ടർ ആക്ച്വലി കുറച്ചെണ്ണം ഉണ്ട്. പക്ഷേ ഏറ്റവും റീസെൻ്റ്ലി ചത്താപ്പച്ച.
Okay. The toughest character you have played? ഓൾസോ ചത്താപ്പച്ച. Favorite Malayalam film of all time? ഇപ്പം എങ്ങനെ പറയാ? ഒരു ഫേവറേറ്റ് 1 or 2, 3 ഫേവറേറ്റ് മലയാളം ഫിലിം ഓഫ് ദ ലാസ്റ്റ് 10 years പറഞ്ഞാൽ മതിയോ? ആർക്കറിയാം. ആർക്കറിയാം ഫേവറേറ്റ് ആണ്. Yeah. One word to describe yourself right now. Tough. Yeah. I don't know. അത് വേറെ ആരെങ്കിലും പറയേണ്ടി വരും. Okay. Which film set holds the most beautiful memories of you? ഷൂട്ടാണോ ഉദ്ദേശിച്ചത്? Film set. സെറ്റ് ലൈക്ക് ആനന്ദം ഡെഫിനറ്റ്ലി, മൂത്തോൻ, പിന്നെ കപ്പേള ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഷൂട്ടാണ്. കുറേ എണ്ണം ഉണ്ട് ആക്ച്വലി. ലൈക്ക് ഐ ഹാഡ് എ ലോട്ട്. ഭയങ്കര ഭാഗ്യമുണ്ട്, അങ്ങനെ ഒരുപാട് നല്ല ഷൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടെ ഭയങ്കര നല്ല സെറ്റായിരുന്നു. നെക്സ്റ്റ്. കുരുതി ഉഗ്ര സെറ്റായിരുന്നു. ഒരുപാടുണ്ടല്ലേ? ലവ്ഡ് വർക്ക് ചെയ്തു. കുരുതി ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ചെറിയൊരു ടൈം അവിടെ ചെന്നിട്ടൊരു മിലിറ്ററി ഓപ്പറേഷൻ പോലെ ചെന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ചു വന്നു. അടിപൊളി സെറ്റായിരുന്നു. Okay. One film you wish more people had watched? 10 പറയാം. ശരി, 5 പറഞ്ഞോളൂ. ഇത്തിരി നേരം. Okay. അത് മാത്രം പറയാം. ഇപ്പം ഏറ്റവും റീസെന്റ് ഇറങ്ങിയത് ഇത്തിരി നേരമാണ്. Last question. One actor who inspires you? Mammootka. ഏറ്റവും സിമ്പിൾ. എല്ലാരെയും ഇൻസ്പയർ ചെയ്യുന്ന ആക്ടർ. Okay. അപ്പൊ റാപ്പിഡ് ഫയർ. Okay. Successfully done. Okay, thank you. Next question. ദർശന രാജേന്ദ്രൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലേ? അപ്പം അവരായിട്ട് പാരഡൈസ് മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? അവർ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആ മൂവിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? ഞങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട് പരിചയമുള്ളതും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതും സിനിമയിൽ തന്നെ അതിനു മുമ്പ് സിയൂസോണും കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണും പെണ്ണും ചെയ്തിട്ടുണ്ടായിരുന്നു. നാടകങ്ങൾ അതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്കിംഗ് കെമിസ്ട്രി ആൻഡ് ലൈക്ക് കംഫർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു പ്രോജക്റ്റാണ് പാരഡൈസ്. പിന്നെ പാരഡൈസ് ഇസ് ഓൾസോ അങ്ങനത്തെ ഒരു ഷൂട്ടായിരുന്നു. ഒരു മറ്റേ ക്ലോസ് നെറ്റ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു സ്ഥലത്ത് പോയിട്ടൊരു സിനിമ ചെയ്തിട്ട് വരുന്നത് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. രാജീവേട്ടനാണ് ഷൂട്ട് ചെയ്തത്. രാജീവേട്ടനും പ്രസന്ന സാറും അതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസന്ന സാറിൻ്റെ സ്ഥിരം കൊളാബറേറ്റേഴ്സായ ശ്യാം സാറ്, മറ്റേ മഹേന്ദ്ര പെരേര, ഇവരൊക്കെയാണ് അതിൽ മറ്റ് ആക്ടേഴ്സ്. ലൈക്ക് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആൾക്കാർ, എല്ലാവരും തമ്മിൽ നല്ല രീതിയിൽ അറിയാവുന്നവർ, കുറേ നാളായിട്ട് പരിചയമുള്ളവർക്ക് തന്നെ ഷൂട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. ദർശന ചേച്ചിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി പറയാൻ പറഞ്ഞാൽ? അടിപൊളി ആക്ടറാണ്. ഷീസ് ഫിൽഡ് വിത്ത് എംപതി. അപ്പം മറ്റേ ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമായി. ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ വാട്ട് മേക്സ് ഹർ എ വെരി സ്ട്രോങ് ആക്ടർ. ആസ് എ ഫ്രണ്ട് ഇതൊക്കെ തന്നെ. ഓക്കെ. അപ്പം ടോക്കിംഗ് അബൌട്ട് മൂത്തോൻ, സിനിമാറ്റോഗ്രാഫി ബൈ രാജീവ് രവി അല്ലെ? രാജീവ് രവി സാറിൻ്റെ സിനിമാറ്റോഗ്രാഫി ആൻഡ് ഗീതു ഡയറക്ഷൻ, മാമിൻ്റെ ഡയറക്ഷൻ. എങ്ങനെയായിരുന്നു ഇവർ രണ്ടുപേരുമായിട്ടൊന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റിയത്? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? മൂത്തോൻ എനിക്ക് ആക്ച്വലി ഉണ്ടായിട്ടുള്ള ഷൂട്ടിംഗ് എക്സ്പീരിയൻസസിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടൊക്കെ ഞാൻ ഓർക്കുന്ന ഒരു മെമ്മറിയാണ് മൂത്തോൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്ലി അത് അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ യുനോ ഗീതു ആ സിനിമയിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഉള്ളൊരു പെർഫോമൻസ് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ആ സമയത്ത്. അതൊക്കെ അവിടെ ചെന്ന് ആ സെറ്റിലുള്ള ആൾക്കാർ, ഈ പറഞ്ഞ രണ്ടുപേരും, പിന്നെ ചുറ്റും നിവിനും പോത്തേട്ടനും ഒക്കെ എല്ലാവരും ഉള്ളത് കൊണ്ട് മാത്രം പോസിബിൾ ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആ ഷൂട്ട് കഴിഞ്ഞപ്പം ഐ കെയിം ബാക്ക് തിങ്കിങ്, ഓക്കെ, ആ സെറ്റിൽ വെച്ച് അത് പോസിബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഇനിയും പോസിബിൾ ആയിരിക്കും. അപ്പം നമുക്കും പേഴ്സണലി കുറച്ചും കൂടെ ദൂരം പോവാനുണ്ട്, അല്ലെങ്കിൽ പോവാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിലൊരു കോൺഫിഡൻസ് തന്ന ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അതിനകത്ത്. അത് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടർ. വെരി വെൽ റിട്ടൺ, ഭയങ്കര രസമായിട്ട് ഓരോ മൊമെന്റും അതിന്റെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ഉയർ, അതൊരു റിയൽ സ്റ്റോറിയാണ് അല്ലേ? ഒരു ഡെഡിക്കേറ്റഡ് പ്രൊബേഷൻ പീരീഡിലുള്ള ഒരു ഓഫീസർ
ആ കഥനെ ഹോളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആ ക്യാരക്ടർ പ്രിപ്പറേഷൻ? എന്തായിരുന്നു? റിയൽ ആയിട്ടുള്ള ഒരു അജിത്തിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആക്ച്വലി സിയ അൻഷാദ് സാർ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്നു ആദ്യം മുതലേ. എല്ലാ ദിവസവും ഷൂട്ടിനൊക്കെ വന്നില്ല എന്നുള്ളത് സാധിക്കുമ്പോഴൊക്കെ അൻഷാദ് സാർ സെറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ മോർ ഇമ്പോർട്ടൻ്റ്ലി ആദ്യത്തെ നറേഷൻ ഞാൻ കേട്ടത് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ്. ഹി വാസ് റീകൗണ്ടിങ് ഈ കേസ്, ഈ നടന്ന സംഭവങ്ങളൊക്കെ, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഈ യാത്ര. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇമോഷണൽ ഹുക്ക് വീഴുന്നത് തന്നെ പുള്ളിയുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞ സമയത്താണ്. അപ്പോൾ അത് വി വർ ട്രൈൻ ടു സ്റ്റേ ആസ് ക്ലോസ് ടു ദാറ്റ് ഇസ് പോസിബിൾ. അതിനകത്ത് ഒബ്വിയസ്ലി ഒരു സിനിമയാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ്, മോഡിഫിക്കേഷൻസ്, അഡിഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യാരക്ടർ പോലും എക്സാക്ട്ലി അൻഷാദ് സാറിൻ്റെ ക്യാരക്ടർ അല്ല സിനിമയിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. പക്ഷെ അതിലെവിടെയോ അതിൻ്റെ സോൾ എവിടെയൊക്കെയോ ഉണ്ട്. വി വർ ജസ്റ്റ് ട്രൈൻ ടു സ്റ്റേ ഓണസ്റ്റ് ടു ദാറ്റ്. അപ്പോൾ ഈ ചില കാര്യങ്ങൾ ഈ മറ്റേ ശരിക്കും സംഭവിച്ചതായതുകൊണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ചില പരിപാടികൾ അത് നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളോ അല്ലെങ്കിൽ അത് ആർക്കാണോ സംഭവിച്ച ആ ആൾ തന്നെ വിവരിച്ച് തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനകത്ത് ഇടയ്ക്ക് കുറച്ച് ഇൻ ബിറ്റ്വീൻ ബീറ്റ്സ് ഒക്കെ മേ ബി അവരോട് ചോദിച്ച് മനസ്സിലാക്കല്ലേ, അവർ പറയുന്നതിൽ തന്നെ അത് ഓൾറെഡി ഉണ്ടാവും. ആ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അവരുടെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഈ ലൈക്ക് ഹീ സ്റ്റിൽ ലിവിങ് ദ സ്റ്റോറി. നമുക്കിത് ഞങ്ങളെല്ലാവരും അതിനകത്തേക്ക് കയറി ഞങ്ങൾ അതിനെ ഒരു സിനിമയാക്കി. പിന്നെ ഇപ്പോൾ സിനിമ റിലീസായപ്പോൾ ഏകദേശം നമ്മുടെ അതുമായിട്ടുള്ള ജേർണി കഴിഞ്ഞല്ലോ. അൻഷാദ് സർ സ്റ്റിൽ ലിവിങ് ദാറ്റ് സ്റ്റോറി. ഹീ സ്റ്റിൽ കെയറിങ് ആഫ്റ്റർ ദോസ് കിഡ്സ്. ആ 2 കുട്ടികളുമായിട്ട് റെഗുലർ കോൺടാക്റ്റിലുണ്ട്. ഹീസ് പ്രൊവൈഡിങ് ഫോർ ദം. അപ്പോൾ അങ്ങനെ അൻഷാദ് സാറാണ് ആ 2 കുട്ടികളെ നോക്കുന്നത്. അതിനുശേഷം നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ഈ സിനിമ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ഒരു ചെറിയ ചാപ്റ്റർ മാത്രമാണ് ആക്ച്വലി സിനിമ. കൂടെ മൂവിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു നല്ല ക്രൂ ആയിരുന്നു. അവരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? എന്തായിരുന്നു? കൂടെയൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അഞ്ജലി മാമിൻ്റെ കൂടെ ഒരു പടം ചെയ്യാന്നുള്ളത്. ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പേ ആക്ച്വലി ആഗ്രഹിച്ചതാണ്. ഞാൻ മഞ്ചാടി ഗുരു കണ്ട സമയം മുതൽ ഭയങ്കര ഫാനായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ബാംഗ്ലൂർ ഡേയ്സ് സംഭവിച്ചു. അപ്പോൾ ഐ റിയലി വോണ്ട് ടു വർക്ക് വിത്ത് ഹർ. സോ ലൈക്ക് ഇൻ മെനി വേസ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ഡ്രീം കം ട്രൂ. അപ്പം ഞാൻ സെറ്റിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാ ദിവസവും. പിന്നെ ഊട്ടിയിലാണ് ഷൂട്ട്. പറഞ്ഞ പോലെ ഒരു ലൈക്ക് ഭയങ്കര പൊളി ഗ്രൂപ്പ് ഓഫ് ADs, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. അവിടെ നച്ചു ഉണ്ടായിരുന്നു, രാജുവേട്ടൻ, പാർവതി. മൊത്തത്തിലൊരു ഭയങ്കര രസമുള്ളൊരു നല്ല എനർജി ഉള്ളൊരു സെറ്റ്. ലിറ്റിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലിറ്റിൽസ് ടീം വാസ് ഓൾ ഒബ്വിയസ്ലി ലൈക്ക് ദെയർ ആൻഡ് എ ലോട്ട് ഓഫ് ഫൺ. പിന്നെ കോളേജും ബഹളവും ഒക്കെ ആണല്ലോ, എപ്പോഴും ഒരുപാട് ആൾക്കാർ. അങ്ങനെ എനിക്കങ്ങനെ മറ്റേ ത്രൂ ഔട്ട് എല്ലാ സീനിലും ഉള്ള ക്യാരക്ടർ ഒന്നുമല്ലോ. സോ ലൈക്ക് വി ഹാഡ് ഓഫ് ഡേയ്സ് ഇൻ ബിറ്റ്വീൻ. നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ലൈക്ക് ഊട്ടിയാണ്. എനിക്ക് അവിടെ അല്ലാതെ തന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സോ ദൈവ വിസിറ്റിംഗ് ഇങ്ങനെ വളരെ. പിന്നെ ചുമ്മാ ഇറങ്ങി നടക്കാനും ഒക്കെ നല്ല സ്ഥലമാണല്ലോ, നല്ല ഫുഡ്. അങ്ങനെ ലോട്ട്സ് ഓഫ് റിയലി ഗുഡ് മെമ്മറീസ്. നച്ചുവൊക്കെ ആയിട്ട് ആദ്യം വർക്ക് ചെയ്യുന്നത് ഒബ്വിയസ്ലി അതിലാണ്. അതിന് മുമ്പ് ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആദ്യം കാണുന്നതും കമ്പനി ആവുന്നതും ഒക്കെ. ഇപ്പം പിന്നെ ഭയങ്കര ഫണ്ണാണ് വർക്ക് ചെയ്യാൻ. സോ ഇപ്പം വരെയും ഉള്ള ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഓൾ സ്റ്റാർട്ടഡ് ദേർ. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഫിലിം സെറ്റിലെ ഒരു ഫേവറേറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ? ഫിലിം സെറ്റിലെ ഫേവറേറ്റ് മെമ്മറി യൂഷ്വലി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നത് നന്നായിട്ട് വരുന്നത്, അത് ഡയറക്ടർ അതിൽ ഹാപ്പി ആവുന്നതും നമുക്കതിൽ നിന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതൊക്കെ തന്നെയാണ് ഫിലിം സെറ്റിലെ ഏറ്റവും നല്ല മെമ്മറി. പിന്നെ ഇപ്പം ആനന്ദം പോലത്തെയൊക്കെ പടങ്ങളിൽ ലൈക്ക് ഒരു ആക്ച്വലി ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ ജേർണി വിത്ത് ഫ്രണ്ട്സ്. അപ്പം അങ്ങനെ വേറെ കുറേ ഫൺ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഈ സെറ്റിനുള്ളിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ പറഞ്ഞ് ചിരിക്കാനുള്ളതേ ഉള്ളൂ. നമ്മളത് വേറൊരിടത്ത് വന്ന് പറയുമ്പോഴത്തേക്കിന് ഇതൊക്കെയാണ് അത്ര വലിയ ഫൺ എന്ന് തോന്നുന്നു. ഓരോരോ സെറ്റ്സിലും ഡിഫറെന്റ് ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി എങ്ങനത്തെ ക്യാരക്ടറാണ് റോഷൻ മാത്യു എന്ന ഒരു ആക്ടറിന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ക്യാരക്ടറാണ്? ഞാൻ അങ്ങനെ ആലോചിക്കുന്ന ഒരാളേ അല്ല. എനിക്ക് ഇന്ന ടൈപ്പ് ക്യാരക്ടർ ചെയ്യണമെന്നോ ഇന്ന ടൈപ്പ് സിനിമ ചെയ്യണമെന്നോ ഒന്നുമല്ല. നമുക്ക് കോൺസ്റ്റന്റ്ലി നേരത്തെ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് എക്സൈറ്റ്മെൻറ്റ്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് നല്ല വർക്ക് ചെയ്യുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. അല്ലാതെ കൃത്യം ഇന്ന ക്യാരക്ടർ എന്നൊന്നുമില്ല. മേ ബി ഈവൻ ഇന്ന ടൈപ്പ് ഒരു സിനിമ. ഇപ്പം ഞാൻ ഹൊറർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, അപ്പം എനിക്ക് ഹൊറർ ചെയ്യണമെന്നുണ്ട്, എനിക്ക് കുറേയും കൂടെയൊക്കെ കോമഡി ചെയ്യണമെന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇന്ന ക്യാരക്ടർ ഇന്ന ടൈപ്പ് ക്യാരക്ടർ എന്നൊന്നും ആലോചിച്ചിട്ടേ ഇല്ല, ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഒരാളുടെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ഡയറക്ടർ ഒത്തിരി പേരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് ഇപ്പം ഞാൻ നേരത്തെ ആർക്കറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് സാൻചേട്ടനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു ആക്ടർ, കോ ആക്ടർ ഇഷ്ടംപോലെ പേരുണ്ട്. ഒരാളുടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. നേരത്തെ ഞാൻ നസറുദ്ദീൻ ഷാ പറഞ്ഞില്ലേ, അതുപോലെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, അടുത്തത് ഫിലിമിനെ പറ്റിയല്ല, ബൈ ബൈ ബൈപാസ് അല്ലേ?
എന്തായിരുന്നു അതിൻ്റെ ഒരു ജേർണി എന്തായിരുന്നു? ബൈപ്പാസ് ഡ്രാമ. അത് ഞങ്ങൾ ആക്ച്വലി ഓക്കെ, ഞാൻ അത് കുറേ നാളായിട്ട് ക്യാരി ചെയ്യുന്ന ഒരു കഥയാണ് ഇത്. അതിൻ്റെ ഒരു സീഡ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം അത് ഇങ്ങനെ കുറേ നാളായിട്ട് കയ്യിലുണ്ട്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ച കുറേ ഇൻസിഡൻസ് എന്നൊക്കെ തന്നെ എഴുതി വെച്ചിരുന്ന ഒരു ചെറിയ ഒരു സാധനം. അപ്പം അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എപ്പോഴും ഉണ്ടായിരുന്നു. അത് എക്സാക്ട്ലി എന്താണ് അതിൽ നിന്ന് പോസിബിൾ ആവുക എന്നുള്ളതിനെ പറ്റി വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല കുറേ വർഷങ്ങൾ. പിന്നെ അത് കഴിഞ്ഞൊരു പോയിന്റിൽ നമുക്ക് ഒരു നാടകം ചെയ്താൽ ഫണ്ണായിരിക്കും എന്ന് തോന്നിയ ഒരു സമയത്ത് പല ഓപ്ഷൻസ് ആലോചിച്ചു. അതിലൊരു ഓപ്ഷൻ ആയിരുന്നു ഇത്. അപ്പോൾ ഇത് എനിക്ക് ഞാൻ ലൈക്ക് കനിയുടെ അടുത്തും വൈശാഖിൻ്റെ അടുത്തും അങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് കുറച്ച് പേരുടെ അടുത്തൊക്കെ ചുമ്മാ പിച്ച് ചെയ്തു. അവർക്ക് എന്താ തോന്നുന്നത്, അവരുടെ തോട്ട്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഭയങ്കര പോസിറ്റീവ്ലി അതിനോട് റെസ്പോണ്ട് ചെയ്തു. ഇത് എന്ന് വെച്ചാൽ ഈ കഥ കൊള്ളാം എന്ന് പറയല്ല, അവരൊക്കെ തിരിച്ച് അതേപോലെയുള്ള അവരുടെ കഥകൾ തിരിച്ച് പറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഇതിനകത്തൊരു റിലേറ്റബിലിറ്റി ആംഗിൾ എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സാധനം ചെയ്യാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ തീരുമാനം. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നിയൊരു 10-15 പേരെ വിളിച്ചു. എല്ലാവരും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഗ്രൂപ്പിൽ ഈ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് വർക്ക് ചെയ്യായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു ജേണി, അതിൻ്റെ തുടക്കം. അങ്ങനെ ഇവൻച്വലി ഉണ്ടായി വന്ന സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കഥയൊന്നുമല്ല. ഇതിൽ ഞാനും പിന്നെ എൻ്റെ കോ-റൈറ്റർ ശ്രുതിയും ഫ്രാൻസിസും പിന്നെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒക്കെ കൂടെ പണിയെടുത്തിട്ട് വന്ന ഒരു ഫിക്ഷണൽ പ്രോഡക്റ്റ് തന്നെയാണ് അവസാനം ഉണ്ടായത്. അതിപ്പം ഒരു 10-16 സ്റ്റേജസ് പെർഫോം ചെയ്യാൻ പറ്റി. ആൾക്കാർക്കൊക്കെ കണ്ട് ഇഷ്ടമായി, അവർ എൻജോയ് ചെയ്തു, ചിരിച്ചു, കരഞ്ഞു, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര റിലേറ്റബിൾ ആയി. പ്രൈമറിലി ഒരു വീടിനെ പറ്റിയിട്ടുള്ള കഥ എന്ന് പറയുമ്പം എല്ലാവർക്കും എവിടെയെങ്കിലും ഒക്കെ ഒരു വീട് റിലേറ്റഡ് കഥയുണ്ട്. സോ ദാറ്റ്സ് വെയർ ബൈപ്പാസ് വർക്ക്സ് ഐ തിങ്ക്. മൂത്തോനിൽ ഇവർ രണ്ടുപേരുടെ വർക്ക് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ടോക്സിക് എന്ന് പറഞ്ഞ ഒരു മൂവി വരികയാണ്. ഇതേപോലെ രാജീവ് രവി സർ അതുപോലെ ഗീതു മോഹൻദാസിൻ്റെ ഒരു കോംപോയിൽ വരികയാണ്. എന്താണ് എക്സ്പെക്ടേഷൻസ്, എന്തെങ്കിലും ഉണ്ടോ? അതൊരു ക്രേസി പടമായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഗീതു ഈ പ്രോജക്റ്റിൽ ഒരുപാട് നാളായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കകാലം മുതൽ എനിക്കിതിൻ്റെ കുറേ അപ്ഡേറ്റ്സ് ആയിട്ടൊക്കെ അറിയുള്ളൂ. ബട്ട് ഇത് ലൈക്ക് ഷീസ് ടു ഗുഡ് എ ഡയറക്ടർ ടു റിപ്പീറ്റ് ഹെർസെൽഫ്. അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂത്തോൻ പോലെയോ ലയേഴ്സ് ഡേയ്സ് പോലെയോ കേൾക്കുന്നുണ്ടോ പോലെയോ ഒരു സിനിമ ആവില്ല ഡെഫിനറ്റ്ലി ടോക്സിക്. അതിപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്ലിംസസ് ഒക്കെ കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും യഷ് ഇസ്. അപ്പോൾ ഇത് ഒരു ഭയങ്കര ഒരു മാഡ് കോമ്പിനേഷനാണ്. രാജീവേട്ടനും ഗീതുവും വിത്ത് സംബഡി ലൈക്ക് യഷ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ഇറ്റ്സ് കാസ്റ്റ്. യഷ് മാത്രമല്ല അതിനകത്ത് നയൻതാര, കിയാര അദ്വാനി, താര സുതാരി, അങ്ങനെ ഒത്തിരി പേര്. ഭയങ്കര പൊളി ഒരു ടീമാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് ഭയങ്കര എക്സൈറ്റിംഗ് ഒരു പരിപാടിയാണ്. അത് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മളെല്ലാവരും വെയിറ്റിങ്ങിലാണല്ലോ. അപ്പോൾ അത് വരട്ടെ. എനിക്ക് ചോദിക്കണം ആഗ്രഹമുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഉയർ മൂവി കാണാത്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഐ മീൻ ലൈക്ക് ഒരു ഇമോഷണൽ കോറാണ് ആ സിനിമയിൽ ശരിക്കും എന്നെ ഹുക്ക് ചെയ്തത്. ഇപ്പോൾ ആൾക്കാർ സിനിമ കണ്ടവരുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവർക്കും വർക്കായിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ 100% ഒരു പെർഫെക്റ്റ് സിനിമയെന്നൊന്നുമല്ല ഞാൻ പറയുക ഉയരിനെ പറ്റിയിട്ട്. പക്ഷേ ഡെഫിനറ്റ്ലി അതിൻ്റെ കോർ എന്താണോ, അത് ഹാർട്ട് ഓഫ് ദാറ്റ് മൂവി, ഈ പറയുന്ന ആ ഒരു ഇമോഷണൽ കോർ എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും ജെനുവിനായിട്ട് ഏറ്റവും സത്യസന്ധമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ കാണുന്നവർക്ക് അത് എന്തായാലും കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ്ഡ് ആയിട്ടുള്ളൊരു പടമായതുകൊണ്ട് നമ്മൾ സാധാരണ ഫിക്ഷനിൽ കാണുന്ന കൺവെൻഷണൽ അന്വേഷണ പരിപാടിയൊന്നുമല്ല. ഇത് ശരിക്കും സംഭവിച്ച പരിപാടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ആ പടത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആസ് എൻ ഓഡിയൻസ് എൻജോയബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് അത് നമ്മൾ സാധാരണ എഴുതി വെക്കുമ്പോൾ വരുന്ന സാധനങ്ങളൊന്നും അല്ല ഇത്. അപ്പോൾ അത് എൻജോയബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഡെഫിനറ്റ്ലി നല്ലൊരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇഫ് പോസിബിൾ ഗിവ് ദ മൂവി എ ഷോട്ട്, കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. ഞാൻ കണ്ടു, നല്ല മൂവിയായിരുന്നു. ഇതുപോലെ കുറെ ട്വിസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ ആ ഒരു ഇമോഷണൽ ഫാക്ടർ ഉണ്ട്, അതാണ് ഒന്ന് പിടിച്ചിരുത്തി. നമ്മുടെ ഒരു ഗൂസ് ബം സീനായിരുന്നു അവസാനം എന്നാണ് പറയാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി മൂവി തന്നെയായിരുന്നു. താങ്ക് യു. ഇനി എന്താണ് വരാൻ പോകുന്ന പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇനി വരാൻ പോകുന്നത് ഞാനും അർജുനും ഗൗരിയും ബാലു വർഗീസും ഒക്കെ കൂടി ചെയ്യുന്ന ഒരു പടമുണ്ട്. പുതിയ ഡയറക്ടറാണ്, സുവിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, വേണു സാറാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും എക്സൈറ്റിംഗ് അപ്ഡേറ്റ് അതാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഷൂട്ട്, എനിക്ക് ലൈക്ക് ഭീകര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു സബ്ജക്റ്റ്. അപ്പോൾ അത് ഇനിയും കുറച്ചും കൂടെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഭംഗിക്കൊക്കെ ചെയ്ത് തീർക്കുക എന്നുള്ളൊരു തോട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഷൂട്ട് അത് കഴിഞ്ഞിട്ട് തുടങ്ങാനുള്ളത് ഒരു
ഒരു വെബ് സീരീസ് ലൈക്ക് ഒരു ആമസോൺ സീരീസ് ഹിന്ദി ഒരു പരിപാടി അതിലേക്ക് പോകും ഇത് തീർത്ത് കഴിയുമ്പോൾ. നടന്നുകൊണ്ടിരിക്കണം, പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കണം. ഇത് രണ്ടും ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൽ ഒരു പരിപാടി ഞാൻ തീർത്തിട്ട് ഞാൻ അടുത്തതിലേക്ക് കയറുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. എന്തായാലും ഉയിർ മൂവി തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. ആ ഒരു ഇമോഷണൽ ഡെപ്ത് കിട്ടാൻ അവിടെ തന്നെ പോയി വാച്ച് ചെയ്യേണ്ട ഒരു മൂവിയാണ്. അതേപോലെ റിയൽ സ്റ്റോറിയും കൂടെയാണ് അജീബിൻ്റെ ആ ഒരു ജേർണി. ഒരു പ്രൊബേഷണൽ എസ്സേ ആയ ഒരു അജീബ് എന്ന് പറയുന്ന ആളുടെ ഒരു ജേർണി ത്രൂ ഔട്ട് ആളൊരു ട്രോമയും കൂടെ ക്യാരി ചെയ്യുന്നുണ്ട്. അത് സ്പോയിലർ ആവും പറഞ്ഞാലും അതൊന്നും പറയുന്നില്ല. പടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടല്ലോ. അത് ആ ഒരു ക്യാരി ചെയ്യുക ത്രൂ ഔട്ട് ആ ഒരു മൂവിന്റെ എൻഡിങ് വരെ ആ ഒരു പേടിയോടെ ഒരു അഭിനയിക്കുന്ന ഒരു റോഷൻ മാത്യു എന്നുള്ള ആക്ടറിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം എന്തായാലും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. പേടിയോടെ അല്ല അജീബ് ആക്ച്വലി നിൽക്കുന്നത്, പക്ഷേ ഒരു ട്രോമയോടെ എപ്പോഴും ഒരു ഞെട്ടലാണ്. ഒരു ബാഗേജ് ഉണ്ട് പുള്ളിയുടെ, പേടിയല്ല ആക്ച്വലി അത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് നന്നായിട്ട് ഇത്രയും ടൈം ഷെയർ ചെയ്തതിന്. ഇനിയും അടിപൊളിയായിട്ടുള്ള മൂവീസ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക് യു.